ഷിരൂരിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുനായുള്ള രക്ഷാദൌത്യം അത് പുരോഗമിക്കുകയാണ്. 7ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു രക്ഷാദൌത്യം. കൂടുതൽ സംവിധാനങ്ങളോടുകൂടി ഇന്ന് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നിർണായക ഘട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള മണിക്കൂറുകൾ അത് അതിനിർണായകവുമാണ്. ഇത്രയും ദിവസം നീണ്ടുനിന്ന ഒരു പ്രയത്നം അതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെട്ട് വന്നത് അത് കഴിഞ്ഞ 2 ദിവസങ്ങളാണ് എങ്കിൽ പോലും അർജുന് വേണ്ടിയുള്ള ആ തിരച്ചിൽ തുടരുകയാണ്. ഒരുപാട് പേർ ആ രക്ഷാദൌത്യത്തിൽ പങ്കുചേരുന്നു. രക്ഷാപ്രവർത്തകർ അതിൽ രാവിലെ മുതൽ രാത്രിയോളം നിന്ന് അവിടെ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അതിരാവിലെ തന്നെ രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. മഴയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടന്ന് അത് തരണം ചെയ്തുകൊണ്ടുള്ള രക്ഷാദൌത്യമാണ് നടക്കുന്നത്. സൈന്യവും ഒപ്പം പങ്കുചേർന്നു ഈ രക്ഷാദൌത്യത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. KV ബൈജു അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും. ഷിരൂരിൽ നിന്ന് ബൈജു, ഈ രക്ഷാദൌത്യം അത് പുരോഗമിക്കുകയാണ്. നിലവിൽ അവിടെ മഴ മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണ്. ബൈജു, ഈ രാത്രി സമയങ്ങളിലും ഈ വലിയ വെളിച്ചമൊക്കെ കൊണ്ടുവന്നുള്ള ഒരു രക്ഷാദൌത്യം അത് അസാധ്യമെന്നാണോ അവർ പറയുന്നത്? എൽദോ, രാത്രിയും പകലും അത്തരത്തിലുള്ള തെരച്ചിൽ ഊർജിതമാക്കിയാൽ മാത്രമേ ഇനിയുള്ള ദിവസമെങ്കിലും അത്തരത്തിൽ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായ ഒരു വാർത്ത നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ. ഇന്ന് നമുക്ക് ഒരു പക്ഷേ അവസാന മണിക്കൂറുകൾ എന്ന ഒരു അത്തരത്തിൽ വേദനാജനകമായ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇനി ഇതിൽ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഈ കരയിലുള്ള മുഴുവൻ മണ്ണും നീക്കം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും. അല്ലാതെ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ കരയിൽ കുറച്ച് മണ്ണ് മാത്രം എടുത്ത് അതിൽ വലിയ ദ്വാരമുണ്ടാക്കി അതിൽ കമ്പി കുത്തി നോക്കുന്ന രീതിയിലൊക്കെ വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനകളും ഈ കണ്ടെത്തലുകളുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. അതൊന്നുമല്ല വേണ്ടത്. കൃത്യമായ ശാസ്ത്രീയമായ പരിശോധന നടത്തി അവിടെ ഈ വാഹനമില്ല, ഈ അർജുൻ സഞ്ചരിച്ച ട്രക്ക് ഇല്ല എന്ന ഔദ്യോഗികമായ ഒരു കണ്ടെത്തലാണ് വേണ്ടത്. ഏതായാലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അടുത്താണ്. ഇതിന് തൊട്ട് പിറകിലാണ് ഈ അപകടം നടന്ന സ്ഥലം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടായിരുന്നു നമ്മളെ തടഞ്ഞതെങ്കിൽ നമ്മളിപ്പോൾ വളരെ സമീപത്ത് തന്നെയാണുള്ളത്. ഈ രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇപ്പോൾ ആരെയും തന്നെ കടത്തിവിടുന്നില്ല. വലിയ തോതിലുള്ള അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിക്കുന്നത്. കരയിലും ഒപ്പം പുഴയിലും രക്ഷാപ്രവർത്തനം ഉണ്ടാകും. ഇന്ന് പ്രധാനമായും കരയിൽ തന്നെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെ റവന്യൂ മന്ത്രിയുടെ വാക്കുകളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് കുടുംബവും രംഗത്തെത്തിയത്. അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കരയിലില്ല എന്ന് ഈ സ്ഥിരീകരണം അദ്ദേഹം നടത്തിയെങ്കിൽ ഇന്ന് കരയിൽ തന്നെയാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. നേരത്തെ എവിടെയാണോ ഈ ട്രക്ക് ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ഈ റഡാർ സിഗ്നൽ ഉൾപ്പെടെ ലഭിച്ച സ്ഥലം, അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. സൈന്യം ആ ഒരു സ്ഥലത്ത് തന്നെ തെരച്ചിൽ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ മേഖലയിലുള്ള വിദഗ്ധരും ആ സ്ഥലത്ത് ട്രക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അവരും പറയുന്നത്. എന്തായാലും നിരവധി ലോറികൾ എനിക്ക് സമീപമൊക്കെ ഈ മണൽ കൊണ്ടുപോകാൻ ഉള്ള നിരവധി ലോറികൾ എനിക്ക് സമീപമൊക്കെ ഉണ്ട്. ഈ JCB ഉപയോഗിച്ച് പരമാവധി മണ്ണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആ മണ്ണിന്റെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് പറഞ്ഞതാണ്, ഈ ട്രക്ക് ചെരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതൊരു 2.5 മീറ്റർ ഉയരം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ അതിലും ഇരട്ടി അതിലെത്രയോ ഇരട്ടി മൺകൂര ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. എന്തായാലും ആ മണ്ണുകൾ മുഴുവൻ നീക്കം ചെയ്യണം. റോഡിൽ ഇപ്പോൾ ഈ മലയിടിഞ്ഞ് റോഡിലേക്ക് വീണ മുഴുവൻ മണ്ണ് നീക്കം ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധരും ഒപ്പം സൈന്യവും തിരിച്ചറിയുന്നത്. ഏതായാലും സൈന്യം ഇന്നലെ ഇവിടെ എത്തിയെങ്കിലും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയിൽ അവർ ഉണ്ടായിരുന്നില്ല. അവർ ആദ്യം ഈ സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിക്കണം എന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. എന്നാലും ഉച്ചയോടുകൂടി ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തും. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എവിടെയാണ് ഈ ട്രക്ക് ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ പുഴയിലൊക്കെ വലിയ തോതിലുള്ള മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്ന സംവിധാനം
സംവിധാനത്തിൽ അതൊന്നും ഇവിടുന്ന് മുഴുവനായും പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇനി ദിവസങ്ങളോളം എടുക്കും. ഏതായാലും 7 ദിവസം ഇപ്പോൾ ആയിരിക്കുന്നു ഈ അപകടം നടന്ന്. 3 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ഇത്തരത്തിലുണ്ട്. അവർ തിരിച്ചു വരും, ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കുടുംബങ്ങളും ഒന്നടങ്കം കാത്തിരിക്കുന്നു. എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിന് ഈ മന്ദഗതി വളരെ ഏറെ വേദനാജനകമായ വസ്തുതയാണ്. ഏതായാലും ഇന്ന് അവസാന മണിക്കൂറുകളാണ്, നമ്മുടെ പ്രതീക്ഷ നൽകുന്നതിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും നേരത്തെയൊക്കെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം അവിടെ സംഭവിക്കും അല്ലെങ്കിൽ എന്ന പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ഇന്ന് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നിരാശയുണ്ടായത് ഇന്നലത്തെ റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ്. അത് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും അത് ആ വാക്കുകൾ പൂർണ്ണമായും കുടുംബവും തള്ളുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു വാർത്ത ഇന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ ബുള്ളറ്റിനും നമ്മൾ നിരന്തരം ഈ വാർത്ത നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇവിടുന്ന് ഓരോ വിവരങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ ഏതായാലും തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. നമുക്ക് എല്ലാ വിവരങ്ങളും ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ആ സംഭവ സ്ഥലത്ത് മാത്രം നമുക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈന്യം ഉൾപ്പെടെ ഇപ്പോൾ തെരച്ചിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ എൽദോ സൂചിപ്പിച്ചതുപോലെ വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. ഇപ്പോൾ വെയിൽ വന്ന് ഒരു സാഹചര്യമാണ്. പക്ഷേ മാറിയും മറിഞ്ഞും ഇരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. നമ്മൾ നല്ല വെയിലുണ്ടായ സമയത്ത് നമ്മൾ അത് വാർത്ത ചെയ്യുന്ന സമയത്ത് തൊട്ട് പിന്നാലെ തന്നെ മഴ വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. എനിക്ക് പിന്നിൽ പോകുന്ന ലോറി, ആ ലോറിയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും മണലെടുത്ത് തൊട്ടടുത്ത സമീപത്തെ ഗ്രാമത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഏതായാലും ഇനിയും കൂടുതൽ മണ്ണുകൾ ഈ പ്രദേശത്തുണ്ട്. ആ വലിയ മൺകൂനകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മൺകൂനകൾ നീക്കം ചെയ്താൽ മാത്രമേ ട്രക്ക് അവിടെ ഇല്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പറ്റൂ. നിലവിൽ ട്രക്ക് അവിടെ ഉണ്ട് എന്ന തരത്തിലാണ് ഈ വിദഗ്ധർ ഇപ്പോഴും പറയുന്നത്. അത് ട്രക്ക് ഇല്ല എന്ന്, റോഡിലില്ല എന്ന് കണ്ടെത്താൻ മാത്രമുള്ള ഒരു പരിശോധന അവിടെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ സ്ഥിരീകരണത്തിന് സമയമായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ ഇവിടുത്തെ കരസേനയുടെയോ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ റോഡിലുള്ള മുഴുവൻ മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി പുഴയിലുള്ള ഈ മണ്ണ് നീക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണം. അതും ഒരേ സമയത്ത് നടത്തണം എന്നൊരു ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. നേവിയുടെ സംഘം എനിക്ക് ഇപ്പുറത്ത് കാണുന്ന ഈ പുഴയിൽ തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. എൽദോ, ബൈജു, ഈ വെയിൽ വന്ന സാഹചര്യം ഒക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ രക്ഷാദൌത്യത്തിന് ദുഷ്കരമാവുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ആ ഒരു ഭീതി ഇപ്പോഴും ഉണ്ടോ? അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും ഉണ്ടോ ബൈജു? മണ്ണിടിയുന്ന ഒരു രീതി തുടരുന്നുണ്ടോ ആ കുന്നിൻ ചെരുവിൽ? എൽദോ, അത്തരത്തിലൊരു വലിയ മണ്ണിടിച്ചിലൊന്നും കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഇവിടെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ മുന്നറിയിപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നമ്മോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും രക്ഷാപ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് അവിടെ പോയി അത്തരത്തിൽ നിൽക്കണമെന്നോ അത്തരത്തിൽ ആ രക്ഷാപ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകർ തടസ്സമാകണമെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളും മാറി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന, പരിഗണന. അത് നടക്കട്ടെ, ആ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കട്ടെ. അതിന് ഏതൊരു കാര്യവും തടസ്സമാകരുത്. ഒരു പക്ഷേ കൂട്ടമായി മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ന്യൂസ് 18-നും 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇപ്പോൾ ശിരൂരിലാണ്. അത്തരത്തിൽ ശിരൂരിലെ വാർത്ത ഈ നിരന്തരം എല്ലാ ചാനലുകളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18ന്റെ കന്നഡ ചാനലിനെയും കൂടി സഹായത്തോടു കൂടിയാണ്. നമ്മൾ മാത്രമാണ് ഈ ഏറ്റവും മുകളിലുള്ള ദൃശ്യം. അവിടെ ഈ മൊബൈൽ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. നമ്മുടെ ലൈവ് വ്യൂ ആണ് അവിടെ കൃത്യമായി ഈ ആദ്യം വിഷ്വൽ തത്സമയം തന്നെ നൽകിയിരുന്നത്. ഇപ്പോൾ നിരവധി മാധ്യമങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ആ മേഖലകളിലേക്ക് പ്രവേശിച്ചാൽ അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ മാധ്യമങ്ങളുടെയോ മറ്റ് സാന്നിധ്യം കൊണ്ടോ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്വമേധയാ എല്ലാവരും ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത്. നമുക്ക് ആ ട്രക്ക് കണ്ടെത്തണം, അർജുനെ കണ്ടെത്തണം. അതാണ് നമ്മുടെ പ്രഥമ പരിഗണന. അത് തന്നെയായിരിക്കണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വരും സമയങ്ങളിലുള്ള പരിഗണനയും. എന്തായാലും ഈ ദേശീയപാതയൊക്കെ ഈ മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ഒക്കെ നീക്കം കഴിഞ്ഞ സമയങ്ങളിൽ. അതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം ഈ ദേശീയപാതക്കരികിലുള്ള മുഴുവൻ മണ്ണും ഇന്നലെ നീക്കം ചെയ്ത ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം പോകുമ്പോഴൊക്കെ വലിയ കൂറ്റൻ പാറക്കെട്ടുകളും അതുപോലെ തന്നെ മണ്ണുമൊക്കെ ഈ ദേശീയപാതയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അത്തരത്തിലുണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്യുന്ന അതിനാണ് ഇവർ പ്രഥമ പരിഗണന കൊടുത്തിരുന്നത്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം
നൽകണമെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് സ്ഥലം അർജുൻ വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തായിരുന്നു മണ്ണ് നീക്കം ചെയ്യേണ്ടത്. അത് മുഴുവൻ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കിപ്പോൾ ആ സന്തോഷ വാർത്ത നേരത്തെ തന്നെ അറിയാമായിരുന്നു. നമ്മൾ കാത്തിരുന്ന ആ വാർത്ത നമുക്ക് നേരത്തെ തന്നെ ലഭിക്കുമായിരുന്നു. ഇനിയും ഈ താമസം ഉണ്ടാകരുതെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. കരയിൽ ഇപ്പോൾ ആ പരിശോധന തുടരും. അതോടൊപ്പം പുഴയിലെ ഈ മണലും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കണം. ഒരു കുടുംബം എത്ര ദിവസമായി കാത്തിരിക്കുന്നു, ഒരു നാടൊന്നാകെ എത്ര ദിവസമായി കാത്തിരിക്കുന്നു, മുറവിളി കൂട്ടുന്നു, എവിടെ അർജുൻ എന്ന ഒരു ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ട്. അപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടാണോ ഉള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 6-ാം ദിവസമാണ് സൈന്യത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അത്രയും വൈകിയാണ് കുടുംബത്തിന് നിരന്തര ആവശ്യമുണ്ടായിട്ടും സൈന്യത്തിന് ഈ ചുമതല ഏൽപ്പിച്ചത്. ഏതായാലും സൈന്യത്തിൽ മാത്രമേ വിശ്വാസമുള്ളെന്ന് കുടുംബം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ ഉണ്ടായത്. ഇതിലും ചെറിയ അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെയാണ് കേരളം അതിനോട് ആ രീതിയിൽ ഇടപെടുന്നതെന്ന് നമുക്ക് പല സംഭവങ്ങളിലും നമുക്കറിയാം. ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒരു ട്രക്ക് ഉൾപ്പെടെ കാണാതായിട്ട് 10ഓളം പേർ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് നിരവധി പേർ കാണാതായി എന്ന പരാതി ആക്ഷേപം ഉയർന്ന സ്ഥലത്ത് ഇങ്ങനെയാണോ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന വലിയ ചോദ്യം ഇപ്പോഴും ആവർത്തിച്ച് നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രി എത്തി, മന്ത്രിമാരെത്തി, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തി. എന്തിനാണ് ഇവർ ഈ ഭാഗത്തേക്ക് വന്നത്? ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നീക്കം അവർക്ക് ഓഫീസിലിരുന്ന് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വളരെ പരിചയക്കുറവുള്ള ഒരു കലക്ടറാണ്. ഒരാഴ്ച മുമ്പ് മാത്രം ഈ IAS കിട്ടി ചാർജ് എടുത്ത ഒരു കലക്ടറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കലക്ടറുടെ പരിചയക്കുറവാണ് ഇതിന് കാലതാമസം ഉണ്ടായതൊക്കെ ഇവിടുത്തെ MLA തന്നെ പറയുന്ന ഒരു സാഹചര്യം. എന്നിട്ടും അതേ കലക്ടറും അതേ SP തന്നെ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത് സെൽഫി. ഈ അപകടം നടന്ന ഇടത്തിൽ നിന്നും സെൽഫി എടുത്ത് അതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പബ്ലിസിറ്റി നടത്തുന്ന ഒരു SP, അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അനാവശ്യമായി തടഞ്ഞു നിർത്തുന്ന ഒരു ഭരണകൂടം. എന്തായാലും വലിയ ഇടപെടൽ മാധ്യമപ്രവർത്തകരെ തടയുന്നത് സംബന്ധിച്ചും മറ്റുമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ നമ്മുടെ ന്യൂസ് 8ന്റെ കന്നഡ സംഘമാണ് എനിക്ക് തൊട്ട് പിന്നിൽ ഇപ്പോൾ എത്തിയത്. ഒരു പക്ഷേ നമുക്ക് മുകളിലേക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബൈജു പോയിക്കോളൂ, അങ്ങനെ വിടാൻ കഴിയുമെങ്കിൽ പോയിക്കോളൂ, അവരുമായി ബന്ധപ്പെടും ബൈജു. എന്നാലും അർജുന്റെ രക്ഷാദൌത്യം അത് പുരോഗമിക്കുകയാണ്. 7ാം ദിവസത്തിലാണ്. നമ്മൾ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അർജുന്റെ വരവ് കാത്ത്. അർജുനിലേക്കുള്ള രക്ഷാദൌത്യം, ആ രക്ഷാകരങ്ങൾ അർജുനിലേക്ക് എത്താൻ കഴിയട്ടെ, അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചതുപോലെ അവിടെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. കാലാവസ്ഥയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല, സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ പരമാവധി വേഗത്തിൽ അത് തുടരാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്നാലും കോൺഗ്രസ്